അമ്മയുടെ മക്കൾ തമ്മിൽ തല്ലുന്നു. പിന്നാലെ ചലച്ചിത്ര പിന്നണി പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിലും കലാപക്കൊടി. സംവിധായകൻ ആഷിഖ് അബു ആണ് ശബ്ദമുയർത്തി രംഗത്ത് വന്നത്. സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെതിരെയാണ് ആഷിഖ് അബുവിൻ്റെ പ്രതികരണം. ഫെഫ്ക എന്നാൽ ഉണ്ണികൃഷ്ണൻ അല്ലെന്നാണ് ആഷിഖ് അബു തുറന്നടിച്ചത്. ഉണ്ണികൃഷ്ണൻ്റേത് വ്യാജ ഇടതുപക്ഷ പരിവേഷമാണ്. തൊഴിലാളി സംഘടനയെ ഫ്യൂഡൽ തൊഴുത്തിൽ കെട്ടിയത് ഉണ്ണികൃഷ്ണനാണ്. ഒളിച്ചിരുന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്തു. തൊഴിൽ നിഷേധിക്കുന്നയാളാണ് ഉണ്ണികൃഷ്ണൻ. ഇടതുപക്ഷക്കാരനാണെന്ന വ്യാജ പരിവേഷം അണിയുകയാണ് ഇയാൾ. സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച ആളാണ്. ഉണ്ണികൃഷ്ണനെ ചലച്ചിത്ര രൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റണം. ഫെഫ്കയുടെ പ്രതികരണം വെറും കാപട്യമാണ്, വാർത്താക്കുറിപ്പല്ല യൂണിയൻ്റെ നിലപാടെന്നും ആഷിഖ് അബു തുറന്നടിച്ചു. സമൂഹത്തെ നേരിടാൻ നട്ടലുണ്ടെങ്കിൽ പൊതുമധ്യത്തിൽ പ്രതികരിക്കാനും ഉണ്ണികൃഷ്ണനെ ആഷിഖ് അബു വെല്ലുവിളിച്ചു. നേരത്തെ അമ്മ ഭരണസമിതിയുടെ രാജിയിൽ ഫെഫ്ക പ്രതികരിച്ചിരുന്നു. അമ്മ എക്സിക്യൂട്ടീവിൻ്റെ രാജി സംഘടനയെ നവീകരിക്കുന്നതിൻ്റെ തുടക്കമാകട്ടെ എന്നാണ് ഫെഫ്ക പറഞ്ഞത്. ലൈംഗികാതിക്രമം നടത്തിയതായി പരാമർശമുള്ള മുഴുവൻ ആളുകളുടെയും പേര് പുറത്തു വരട്ടെ എന്നും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ കൂടുതൽ പറയുന്നത് ഉചിതമല്ലെന്നും ഫെഫ്ക പ്രതികരിച്ചിരുന്നു. അതിജീവിതമാർക്ക് നിയമസഹായം നൽകും, അതിന് കോർ കമ്മിറ്റിക്ക് ചുമതല നൽകും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനവും ലഭ്യമാക്കും, സംഘടനയിൽ കുറ്റാരോപിതരുണ്ടെങ്കിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ നടപടി സ്വീകരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന മാർഗരേഖയാണ്. ഫെഫ്കയിലെ അംഗസംഘടനകളുടെ യോഗം സെപ്റ്റംബർ 2, 3, 4 തീയതികളിൽ ചേരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ ചർച്ചകൾക്കായാണ് യോഗം ചേരുന്നത്. അപക്വവും വൈകാരികവുമായ പ്രതികരണങ്ങളല്ല വേണ്ടതെന്നും റിപ്പോർട്ട് സമഗ്രമായി വിലയിരുത്തുന്നതിനാണ് യോഗമെന്നുമാണ് ഫെഫ്ക പത്രക്കുറിപ്പ് ഇറക്കിയത്. ഇതിനെതിരെയാണ് ആഷിഖ് അബു രംഗത്ത് വന്നത്. അതിനിടെ ബി ഉണ്ണികൃഷ്ണനെതിരെ സംവിധായകൻ വിനയന് രംഗത്ത് വന്നു. സമിതിയിൽ നിന്ന് ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് വിനയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തു. അന്യായമായ പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തിയതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിക്കുകയും സുപ്രീം കോടതി അത് ശരിവയ്ക്കുകയും ചെയ്തിരിക്കുന്ന ബി ഉണ്ണികൃഷ്ണനെ സർക്കാരിൻ്റെ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ വിനയൻ ആവശ്യപ്പെടുന്നത്. ഷാജി എൻ കരുൺ അധ്യക്ഷനായ സമിതിയിൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി, അഭിനേതാക്കളായ മുകേഷ്, മഞ്ജു വാര്യർ, പത്മപ്രിയ, നിഖില വിമൽ, സംവിധായകരായ രാജീവ് രവി, ബി ഉണ്ണികൃഷ്ണൻ, നിർമ്മാതാവ് സന്തോഷ് കുരുവിള എന്നിവർ അംഗങ്ങളാണ്. വ്യക്തിപരമായ അസൗകര്യം ചൂണ്ടിക്കാട്ടി മഞ്ജു വാര്യരും രാജീവ് രവിയും പിന്മാറിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ തുടരുകയാണ്. ഒടുവിൽ ഒരു ശുദ്ധികലശം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.